ബൈക്ക് ഇടിച്ചിട്ടുണ്ടോ? അയ്യോ, ഈ വണ്ടി തകർന്ന് പൊളിഞ്ഞു. പുള്ളി ഉറങ്ങിക്കാണോ? അങ്കമാലിയിൽ നിന്ന് നേരെ ബൈക്ക് എടുത്തിട്ട് കുതിരാനൊക്കെ കണ്ട് വാളയാർ വഴി നമ്മൾ ഇന്ന് പോകുന്നത് കോയമ്പത്തൂർക്കാട്ടോ. പാലക്കാട് വഴിയൊക്കെ ഉച്ചയ്ക്ക് ബൈക്ക് ഓടിക്കുന്നവന്റെ അവസ്ഥ അതേ ഇതുപോലെ ആയിരിക്കും കേട്ടോ. കോയമ്പത്തൂർ എത്തി ഉക്കട മാർക്കറ്റിലോട്ടോ നമ്മൾ പോണേ. ഈ ഒരു സാധനം നന്നാക്കാനാട്ടോ ഞാൻ വന്നേ. വേറെ ഒന്നുമല്ല കേട്ടോ, ഒരു ഗിയർ ബോക്സ് കേട്ടോ. അത് ഈ പുള്ളി റെഡിയാക്കി തരാന്ന് പറഞ്ഞു കേട്ടോ. ആ സമയം ഞാൻ ആ മാർക്കറ്റൊക്കെ ഒന്ന് പോയി കണ്ടു കേട്ടോ. അപ്പനെ അമ്മയെ വിളിച്ചിട്ട് ഈ മാർക്കറ്റിൽ എന്ത് സാധനം ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ. തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു ചായയൊക്കെ തന്നിട്ടോ. ആ ചായയൊക്കെ കുടിച്ച് സാധനം എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയൊക്കെ കയറ്റി തിരിച്ച് നാട്ടിലോട്ട് പോകുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് വാളയാർ എത്തുന്നതിന് മുമ്പ് എനിക്ക് നന്നായിട്ട് വിശന്നു കേട്ടോ. വിശന്നപ്പോൾ ഒന്നും നോക്കിയില്ല, അടുത്തൊരു കേരള ഹോട്ടൽ കണ്ടാട്ടോ. ഈ ഹോട്ടലിലോട്ടാണ് കയറിയത്. അമ്പൻ ആംബിയൻസിൽ അടിപൊളി ഒരു ഹോട്ടൽ കേട്ടോ. ഒരു ഊണിനും ഒരു ബീഫ് ഫ്രൈക്കും കേട്ടോ ഞാൻ ഓർഡർ കൊടുത്തത്. സാധനം വന്ന് അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വില കണ്ടോ, 420 രൂപ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ ഇത്രയും ഒരു റേറ്റിന് ഞാനൊരു ഫുഡ് കഴിക്കണേ. ചോറൊക്കെ കൊണ്ടിട്ട് നേരെ പോയത് പാലക്കാട് തന്നെ മദർലാൻഡ് മസാല സോഡ കുടിക്കാൻ കേട്ടോ. സാധനം ഒന്നും പറയാനില്ല, അടിപൊളി സാധനം. തിരിച്ച് വടക്കാഞ്ചേരി എത്തുന്നത് തൊട്ട് മുന്നേ എൻ്റെ മുന്നിൽ പോയൊരു പിക്കപ്പ് പറഞ്ഞിട്ടോ ഈ കാണുന്നത്. ആൾക്കൊന്നും പറ്റിയില്ല കേട്ടോ ഭാഗ്യം കൊണ്ട്. തിരിച്ചു വന്ന വഴി ഓടിച്ചിട്ട് പെറ്റി അടിക്കുന്ന പോലീസിനെ കണ്ട് കുതിരാണ്ടാണലൊക്കെ കഴിഞ്ഞ് താഴെ വന്നപ്പോൾ ഈ കാണുന്ന പാലത്തിന് മുകളിൽ കയറാൻ ആഗ്രഹം തോന്നിട്ടോ. ഒന്നും നോക്കിയില്ല, അതിലോട്ടാ കയറി. ഇത് തൃശ്ശൂരിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി നിർമ്മിച്ചേക്കുന്ന ഒരു അക്വാഡക്റ്റ് കേട്ടോ. ഇതിന്റെ മുകളിൽ കയറിയിട്ട് ഈ ഹൈവേന്ന് ഒരു വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളി കേട്ടോ. അതൊക്കെ കണ്ട് കുറച്ചു നേരം അവിടെ റെസ്റ്റ് എടുത്തിട്ടാട്ടോ ഞാൻ നേരെ അങ്കമാലിക്ക് തിരിച്ചേ.